കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ എന്താണ് നമുക്കൊരു റോൾസ് തിയറം നോക്കാം. നമ്മളൊരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് കരുതും. അതായത് ഇവിടുന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് എ ആണ്, ഈ ഒരു പോയിന്റ് ബി ആണെന്ന് കരുതും. നമുക്കറിയാം എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമാണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഈ ഒരു ദൂരം എന്ന് പറയുന്നത് രണ്ടുപേരെ എഫ് ഓഫ് ബി ആയിരിക്കും ഇത്രയും ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ ബി സപ്പോസ് വി ഹാവ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓൺ എ ബി ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ഈ എ തൊട്ട് ബി വരെയുള്ള ഇത്രയും ദൂരം നമ്മൾ എടുക്കുകയാണ്. ഈ എ തൊട്ട് ബി വരെയുള്ള ആ ക്ലോസ്ഡ് ഇന്റർവെൽ ഇൻക്ലൂഡിങ് എ ആൻഡ് ബി, അതിൽ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് കരുതുക. അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കറിയാം ഇതൊരു സ്മൂത്ത് കർവ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്നറിയാം. രണ്ടാമത് പറയുന്ന കണ്ടീഷൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. പ്രത്യേകം പറയുന്നുള്ളേ ഉള്ളൂ, ഈ ഇതിനിടയിലുള്ള ആ പോയിന്റ്സിലെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതുക. മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. വളരെ ഈ ഹൈറ്റും ഈക്വലായിട്ട് വരണം. അതേ രീതിയിലാണ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. എങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ ആദ്യം പറഞ്ഞ കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ നമ്മൾ എയ്ക്കും ബിക്കും ഇടയിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഐ എഫ് ഇയും ഈക്വലാണ്, എന്നാൽ ഈ ഹൈറ്റ് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പറയുന്നത് there exist at least one C in AB, open interval AB, such that f dash C is equal to 0. അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ രണ്ട് ഡെറിവേറ്റീവ് 0 വരുന്നു എന്നാണ് നമ്മുടെ ആ സി എന്ന് പറയുന്ന പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഈ എ ബി ഇവിടെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്, എക്സ് ആക്സിന് പാലിലായിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് ഈ ഒരു പോയിന്റ് നമ്മൾ സി ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഈ സിയിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ അത് എക്സ് ആക്സിന് പാലിലായിരിക്കും. അല്ലെങ്കിൽ ഈ എഫ് ഡാഷ് സി ഈ ഫംഗ്ഷൻ്റെ സിയിലുള്ള ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്നുള്ളതാണ് റോൾസ് തിയറം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ ഉണ്ട്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മളൊരു എ തൊട്ട് ബി വരെയുള്ള അത്രയും ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓപ്പൺ ഇൻ്റർവെൽ ഇതിനകത്ത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എഫ് എയും എഫ് ഓഫ് ബിയും ഈക്വലാണ്. ഈ ഹൈറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തിയറം പറഞ്ഞിരിക്കുന്നത് there exist at least one point C on AB. എ ബി എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് എങ്കിലും കാണും. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ആ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നമ്മൾ ഒരു ടാൻജൻറ്റ് വരയ്ക്കാമെങ്കിൽ അത് എക്സ് ആക്സിന് പാലിലായിരിക്കും. നമ്മളെ ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡിവൈ ബൈ ഡി എക്സ് പറഞ്ഞതാണ്. അപ്പോൾ ഈ പോയിന്റിലെ ഫംഗ്ഷൻ എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ടാൻജൻറ്റ് എക്സ് ആക്സിന് പാലിലായിരിക്കും. ഇതാണ് റോൾസ് തിയറം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് ഈ അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ്, അത് ഈ എ തൊട്ട് ബി വരെയുള്ള ഒരു പോയിന്റിൽ ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റെങ്കിലും കാണുന്ന എക്സ് ആക്സിന് പാലിലായിട്ട് അതിൻ്റെ ടാൻജൻറ്റ് അവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ എക്സ് ആക്സിന് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നിൽ കൂടുതലാകാം എന്നുള്ളതല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ പോയിന്റ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കാമെന്ന്.
ഇത് രണ്ടും ഒരേ ലെവലിലാണ് വരുന്നതെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എ ആയിട്ട് എടുക്കാം, ഈ പോയിന്റ് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്കറിയാം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും സ്മൂത്ത് കർവ് ആയതുകൊണ്ട് ഫംഗ്ഷന് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കാമെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെന്ന് കാണാൻ സാധിക്കും. പിന്നെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈ രണ്ട് ഹൈറ്റും ഈക്വലാണ്. അപ്പോഴത്തേക്കിന് നമ്മളെ എ തൊട്ട് ബി വരെയുള്ള പോയിന്റിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കാമെങ്കിൽ ഇവിടെ C1 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാമെങ്കിൽ ടാൻജൻറ്റ് ഇവിടെ വരയ്ക്കാമെങ്കിൽ എക്സ് ആക്സിന് പാരലായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ് C2 എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് ടാൻജൻറ്റ് വരയ്ക്കാമെങ്കിൽ അവിടെ എക്സ് ആക്സിന് പാരലായിരിക്കും. ഇത് എക്സ് ആക്സ് ആണെങ്കിൽ എക്സ് ആക്സിന് പാരലായിരിക്കും. പിന്നെ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എടുക്കുക C3 എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ടാൻജൻറ്റ് വരച്ചാലും എന്തായാലും എക്സ് ആക്സിന് പാരലായിരിക്കും. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് വണ്ണം. അപ്പോൾ ഒന്നിലധികം പോയിന്റ്സ് അവിടെ വരാം. കർവ് ആകും തോറും കൂടുതൽ കർവ് ഇങ്ങനെയുള്ള കർവ്സിൻ്റെ എണ്ണം കൂടും തോറും അവിടെ ഈ സി എന്ന് പറയുന്ന പോയിന്റ് കൂടിക്കൊണ്ട് ഇരിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയാൻ കഴിയും. ഇനി ഈ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഇങ്ങനൊരു കർവ് എടുക്കാം. നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വരും. അപ്പം ഞാനിവിടെ ഇതൊരു -1ഉം ഇതൊരു +1ഉം ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് കർവ് ആയതുകൊണ്ട് ഷാർപ്പ് ബെൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫംഗ്ഷനെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഭാഗം എടുക്കാമെങ്കിൽ -1 to 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ നമ്മൾ എടുക്കാമെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എഫ് ഓഫ് 1 ഇത് രണ്ടും ഒരേ ഹൈറ്റ് ആണെന്ന് കരുതുക, ഇത്രയും പോയിന്റ് ഒന്ന് തന്നെയാണ്. അപ്പം എഫ് ഓഫ് -1 എടുത്താലും എഫ് ഓഫ് 1 എടുത്താലും ഒരേ ഹൈറ്റ് തന്നെയാണ് ഈ ഫംഗ്ഷൻ എന്ന് കരുതുക. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു സി കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ് ആക്സിന് പാലിലായിട്ട് അത് ഏതായിരിക്കും ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു പാലിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കാമെങ്കിൽ എക്സ് ആക്സിന് അത് എക്സ് ആക്സ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിന് പാലിലായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഫംഗ്ഷന് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തു എ തൊട്ട് ബി വരെയുള്ള രണ്ട് ഇൻ്റർവെൽ എടുക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ വരിക, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ നമുക്കറിയാം ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആകുമ്പോഴല്ലേ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് നമുക്കറിയാം. അത് തന്നെയല്ല എഫ് ഓഫ് എ എടുക്കാമെങ്കിൽ ഈ ഹൈറ്റ് ഈക്വലായിരിക്കും. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഏത് പോയിന്റ് എടുത്ത് ടാൻജൻറ്റ് വരച്ചാലും ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. അത് എക്സ് ആക്സിന് എപ്പോഴും എന്ത് പാരലായിരിക്കും. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അനേകം പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിലെല്ലാം തന്നെ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ എക്സ് ആക്സിന് പാരലായിരിക്കും, അല്ലെങ്കിൽ ഈ പോയിന്റ്സിലെല്ലാം തന്നെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സിഗ്നൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇത് നോക്കാം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 1 to 3 എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് ഇൻ്റർവെൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ 1, 2, 3 ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഷേപ്പിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഗ്രാഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എടുക്കാമെങ്കിൽ ഇവിടെ റോൾസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന നോക്കി. അതായത് നമുക്കറിയാം ഈ 1, 2, 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ പോയിന്റ്സിലൊന്നും തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, അവിടെ എല്ലാം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് അവിടെ ഡിഫറൻഷ്യബിളും അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന പോയിന്റ്സിൽ ഇൻറ്റിജർ പോയിന്റ്സിലൊന്നും തന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ. അതുപോലെ തന്നെ എഫ് ഓഫ് 1 എടുക്കാമെന്ന് വിചാരിച്ചു. എഫ് ഓഫ് 1 ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആണ്. എഫ് ഓഫ് 3 എടുക്കാമെങ്കിൽ 3 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് കിട്ടും. അപ്പോൾ 3 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. റോൾസ് തിയറം നമ്മളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ റോൾസ് തിയറത്തിന് 3 കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് റോൾസ് തിയറം കനോട്ട് ബി അപ്ലൈഡ് എന്ന് നിങ്ങൾ പറയാം. ഈ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ നമുക്ക് റോൾസ് തിയറം കനോട്ട് ബി അപ്ലൈഡ് എന്ന് പറയാം. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവെൽ എടുക്കാമെന്ന് വിചാരിച്ചു. 1, 2 യൂണിയൻ 2, 3.
അതായത് ഇൻറ്റിജർ വരുന്നില്ല, ഇത്രയും ഭാഗം നമ്മൾ എടുക്കുക. ഇൻറ്റിജർ അല്ലാത്ത ഭാഗം എടുക്കാമെങ്കിൽ ഇത് സ്ട്രൈറ്റ് ലൈനാണ്. ആ വരുന്ന പോയിന്റ്സിൽ ഇതിനിടയ്ക്ക് അനേകം പോയിന്റ്സ് ഉണ്ട്, അവിടെ എല്ലാം നമ്മൾ ടാൻജൻറ്റ് വരികയാണെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കേസ് എടുക്കാമെങ്കിൽ പക്ഷെ നമുക്ക് സി എന്ന് പറയുന്ന അനേകം പോയിന്റ്സ് ഇതിനിടയ്ക്ക് എടുക്കാൻ സാധിക്കും. ഈ ഇൻറ്റിജർ അല്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് സി എന്ന് പറയാൻ സാധിക്കും. സോ ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് ഇവിടെ അനേകം പോയിന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എഫ് ഡാഷ് സി 0 ആണ്, പക്ഷേ റോൾസ് തിയറത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഇത് കോൺവേഴ്സ് ഓഫ് ദി റോൾസ് തിയറം ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്ക് ഇതിനിടയിലുള്ള പോയിന്റ്സിലൊക്കെ ടാൻജൻറ്റ് പാരലായിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് വരും, അല്ലെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻ്റർവെല്ലിൽ 1 ഉം 2 ഒഴിച്ചിട്ട് 2 ഉം 3 ഒഴിച്ചിട്ട് അതിനിടയിലുള്ള പോയിന്റ്സിലെല്ലാം ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിലും റോൾസ് തിയറത്തിൻ്റെ ഒരു കണ്ടീഷൻ അവിടെ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ പറയാൻ സാധിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കാമെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. എല്ലാ കേസിലൊന്നും നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. പ്രോബ്ലംസ് examine if Rolle's theorem is applicable to any of the following functions. ചില ഫംഗ്ഷൻസ് തരികയാണ്, അവിടെ എല്ലാം റോൾസ് തിയറം നമുക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് പറഞ്ഞാൽ ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 1 ഫോർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1 2. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഫോർ എക്സ് ബിലോങ്സ് ടു 5 9 ക്ലോസ്ഡ് ഇൻ്റർവൽ 5 9. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്, ഫോർ എക്സ് ബിലോങ് ടു -3 to 3 ക്ലോസ്ഡ് ഇൻ്റർവൽ -3 to 3. അടുത്ത എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 5 ബൈ എക്സ് മൈനസ് 2, വേറെ എക്സ് ബിലോങ് ടു 0 to 4. അപ്പോൾ ഈ 4 ഫംഗ്ഷൻ തന്നിട്ട് നമുക്കിവിടെ റോൾസ് തിയറം ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നെടുക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 1 ആണ്. നമുക്കറിയാം എസ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ കണ്ടിന്യൂസ് ആണ്. ഈ നമ്മളൊരു ക്ലോസ് ഇൻ്റർവൽ 1 2 എന്ന് പറയുന്ന ഈ ക്ലോസ് ഇൻ്റർവൽ എടുക്കുകയാണ്, 1 2 എടുക്കാമെങ്കിൽ ഈ ഫംഗ്ഷൻ ഇത് എസ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്നാ പറയാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ റോൾസ് തിയറത്തിന് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത് 1 ഉം 2 ആണ്. ഇനി എഫ് ഡാഷ് എക്സ് നമുക്കൊന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ 2x മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അത് തന്നെയല്ല അതിൻ്റെ ഡെറിവേറ്റീവ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, എക്സിസ്റ്റ് ഇൻ 1 2. അതായത് ഇതിൻ്റെ ഇത് 2x മാത്രമേ ഉള്ളൂ. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x ആണ്. അപ്പോൾ ആ 2x പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആണ്. ഈ ഇൻ്റർവെല്ലിൽ ഓപ്പൺ ഇൻ്റർവെൽ 1 2 ഇതിൻ്റെ പിന്നെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഡിഫറൻഷ്യബിൾ. മൂന്നാമത്തെ കണ്ടീഷൻ ശരിയാകുമോ നോക്കാം. നമ്മുടെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് 1 ഉം 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 1 സ്ക്വയർ മൈനസ് 1 0 ആണ് കിട്ടുന്നത്. എഫ് ഓഫ് 2 നോക്കാം. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് 2 എൻ പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കാം.
2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 1 3 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് n പോയിന്റ്സിലുള്ള വാല്യൂ f(1) നോട്ട് ഈക്വൽ ടു f(2) എന്നാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്തു. ആദ്യത്തെ രണ്ടെണ്ണം കുഴപ്പമില്ലായിരുന്നു, കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിളും ആണ്. പക്ഷേ f(a) = f(b) എന്ന് പറയുന്ന ആ n പോയിന്റ്സിലുള്ള വാല്യൂ അവിടെ അൺഈക്വലായിട്ട് വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റുകയില്ല. റോൾസ് തിയറം കനോട്ട് ബി റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയും. അതുകൊണ്ട് ഈ റോൾസ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. റോൾസ് തിയറം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് എന്നാ പറയാമായിരുന്നു, അവിടെ നമുക്കൊരു സി എന്ന് പറയുന്ന പോയിന്റ് ഈ 1-നും 2-നും ഇടയിൽ കണ്ടുപിടിക്കാം. സോ ദാറ്റ് f(c) = 0 എന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ മൂന്നാമത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയാം, റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദിസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി അതിൻ്റെ ബി പാർട്ട് നമുക്ക് നോക്കാം. ബി പാർട്ടിൽ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ആണ്. ഇൻ്റർവൽ 5, 9 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വരച്ചാൽ തന്നെ നമുക്കറിയാം 1, 2, 3 ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി ഒരു വരുന്നതായിട്ടൊരു ഫംഗ്ഷനാണ് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇത് ഈ ഇൻറ്റിജേഴ്സിലൊന്നും f(x) is not continuous at x is equal to നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻ്റർവൽ 5, 9, 6 എന്നൊക്കെ. അപ്പോൾ 5-ലില്ല, 6-ലില്ല, 7-ലില്ല, 8-ലില്ല, 9-ൽ ഇൻറ്റിജേഴ്സിലൊന്നും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളൂ. കാരണം അവിടെ എല്ലാം ബ്രേക്ക് വരികയാണ്, ഇൻറ്റിജേഴ്സിലെല്ലാം ബ്രേക്ക് വരികയാണ്. അല്ലാത്ത ഭാഗത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണം പറയാൻ സാധിക്കും. ഇപ്പോൾ ഇൻറ്റിജേഴ്സ് വരുന്ന ഭാഗത്തൊന്നും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അവിടെ സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം തന്നെ ഈ 5 തൊട്ട് 9 വരെ എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഈ ഇതിനിടയിലുള്ള പോയിന്റ്സ് അല്ലേ 6, 7, 8 എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും, റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ. കാരണം ഇതിന് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ വയലേറ്റ് ചെയ്ത് നോട്ട് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് റോൾസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. സി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. f(x) = അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫംഗ്ഷൻ വരാൻ. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് -3 to 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ -3 തൊട്ട് +3 വരെയുള്ള ഭാഗം എടുത്താൽ അവിടെ കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം മോഡ് ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. നമ്മൾ നേരത്തെ തന്നെ കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ പറഞ്ഞായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്കറിയാം. പോളിനോമിയൽ ഫംഗ്ഷനെ റാഷണൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഈ ഫംഗ്ഷൻ 0-ൽ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ f(x) ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അപ്പോൾ x = 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ആ 0 എന്ന് പറയുന്ന പോയിന്റ് -3ക്കും +3ക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ -3 to 3 എടുക്കാമെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, നോട്ട് ഡിഫറൻഷ്യബിൾ ഇൻ ദിസ് ഇൻ്റർവൽ എന്ന് പറയും. അപ്പം ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ വാല്യൂ, ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആയിരുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഇറ്റ് ഈസ് വയലേറ്റഡ്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റോൾസ് തിയറം അവിടെ ആപ്ലിക്കബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ സെക്കൻഡ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് റോൾസ് തിയറം എന്താണ്, റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയും. നോട്ട് ആപ്ലിക്കബിൾ. ഇനി നമുക്ക് ഡി പാർട്ടിലേക്ക് വരാം. ഡി പാർട്ടിൽ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന f(x) = s² + 5 x - 2 ആണ്. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണ്. പക്ഷേ x = 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല.
അപ്പോൾ ആ എക്സ് ഇസിക്കൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ പോയിന്റിൽ എന്താണ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ടു എന്ന് പറയുന്ന പോയിന്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ടു എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. നമ്മുടെ ഇൻ്റർവെൽ ഏതാണ്, 0 to 4 ആണ്. 0 to 4 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 വരെ എടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം വരും. പക്ഷേ അവിടെ 2ൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നതുകൊണ്ട് നമുക്ക് എന്താ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അവിടെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ എക്സ് ഇസിക്കൽ 2 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എക്സ് ഈ ക്ലോസ് ഇൻ്റർവൽ 0 to 4 നമ്മൾ എടുക്കാമെങ്കിൽ അതിൽ എല്ലാ പോയിന്റ്സിലൊന്നും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. എവിടെ മാത്രം കണ്ടിന്യൂസ് അല്ല, 2ൽ കണ്ടിന്യൂസ് അല്ല. ഇപ്പോൾ 0 തൊട്ട് 4 വരെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയാം, റോൾസ് തിയറം കനോട്ട് ബി റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമ്മളോട് റോൾസ് തിയറം ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ റോൾസ് തിയറം അങ്ങനെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് റോൾസ് തിയറം വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അടുത്ത് തന്നെ ഈ ഫംഗ്ഷന് റോൾസ് തിയറം ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വെരിഫൈ Rolle's theorem. For the function f of x is equal to s square plus 2x minus 8, where x belongs to closed interval minus 4. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്, -4 to -4 തൊട്ട് 2 വരെയുള്ള ഇൻ്റർവെലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷന് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് നമ്മൾ റിയൽ നമ്പേഴ്സിലെല്ലാം തന്നെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ -4 to ഈ ഫംഗ്ഷൻ എന്താണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി ഈ ഇൻ്റർവെൽ. അടുത്ത ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. f' എടുക്കുമ്പോൾ നമുക്ക് എന്താണ് 2x + 2 എന്ന് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x + 2 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഇൻ്റർവെൽ -4 to 2 എടുക്കാമെങ്കിൽ ആ ഫംഗ്ഷനിലെ ഡെറിവേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അല്ലേ തന്നെ നമുക്കറിയാം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതെന്താണ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ഇൻ -4 to എന്നാൽ ഇതിന് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഇതിവിടെ ആപ്ലിക്കബിളുമാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ റോൾസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എന്താണ്, ഡെറിവേറ്റീവ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ ഇൻ്റർവൽ -4 to. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് എഫ് ഓഫ് n പോയിൻറ്റ്സ് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്, -4² + 2 × -4 -8. അത് ഒരു 16 - 8 -8. അപ്പോൾ അത് 0 നമുക്ക്. അടുത്ത n പോയിന്റ് എഫ് ഓഫ് 2 നോക്കാം. എഫ് ഓഫ് 2 നോക്കുമ്പോൾ എന്താണ്, 2² + 2 × 2 -8 ആണ്. അപ്പോൾ ഇത് 4 + 4 -8 അത് 0 വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, എഫ് ഓഫ് -4 = എഫ് ഓഫ് 2 ആണ്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷനിലെ എന്താണ് റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷനെ റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണ് നമുക്ക്, അതായത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് റോൾസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കത് റോൾസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് സി അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ നോക്കാം. അപ്പോൾ f' c 0 എന്നാണ് നമുക്ക് അത് വെരിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്കൊരു
ഈ -4നും 2നും ഇടയിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. അത് സി ആണെന്ന് കരുതുക. അവിടെ f' c 0 ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. f' നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ f' c എന്ന് പറയാൻ എന്താണ്? 2c + 2 = 0. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? 2c = -2, c = -2/2, ദാറ്റ് ഈസ് -1 എന്ന്. അപ്പോൾ ഈ -1 -4നും 2നും ഇടയിലല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ -4 2. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു സംഖ്യ തന്നെയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പോയിന്റ് തീർച്ചയായിട്ടും ഉണ്ട്. ആ പോയിന്റ് ഏതാണ്? -1 ആണ്. -1 എന്ന് പറയുന്നത് -4നും 2നും ഇടയിലായതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ എക്സ് ആക്സിന് പാലിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ 3 കണ്ടീഷൻ ഈ ഫംഗ്ഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്തപ്പോൾ 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്നാ പറയാം? റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു ദിസ് ഫംഗ്ഷൻ എന്ന് പറയാം. അടുത്തായിട്ട് നമ്മളത് വെരിഫൈ ചെയ്യാണ്. അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള കണ്ടീഷൻ എന്താണ്? f' c = 0 എന്ന് പറയുന്ന ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സി എത്ര കിട്ടി? -1 കിട്ടി. -1 തീർച്ചയായിട്ടും ഇതിനിടയിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്കിത് പറയാം. റോൾസ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ റോൾസ് തിയറം for the function y is equal to s square plus 2, where a is equal to -2 and b is equal to b is equal to b is equal to 2. അപ്പോൾ ഇവിടെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് -2 തൊട്ട് +2 വരെയുള്ള ഭാഗമാണ്. അപ്പോൾ റോൾസ് തിയറം നമുക്ക് ആദ്യമേ തന്നെ ആപ്ലിക്കബിൾ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഓരോരോ കണ്ടീഷൻ എടുത്ത് നോക്കാം. അതിൽ ആദ്യത്തെ കണ്ടീഷൻ f(x) എന്ന് പറയുന്നത് എന്താണ്? s² + 2 ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് കേട്ടാൽ പറഞ്ഞത് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ് എവിടെയാണ്? ക്ലോസ് ഇൻ്റർവൽ -2 to തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ഫംഗ്ഷനായി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? f' എന്ന് നോക്കാം. അതെത്രയാണ്? 2x ആണ് ഇവിടെ വന്നത്. 2x ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാവുന്നുള്ളത് കൊണ്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാലും മതി. അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഉണ്ട്. എവിടെയാണ്? -2 to 2 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെലിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ നമുക്ക് ഹൈറ്റ് ഈക്വൽ ആണോ അല്ലെങ്കിൽ f(a) = f(b) ആണോ നമുക്ക് നോക്കാം. f(a) എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എന്ന് പറഞ്ഞാൽ ഇവിടെ -2 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് നമുക്ക് -2 ഇട്ട് കൊടുക്കാമോ? -2ൻ്റെ സ്ക്വയർ + 2 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 6 ആണ് ഇവിടെ വരാൻ. f(b) എന്ന് പറയുന്നത് എത്രയാണ്? അടുത്ത n പോയിന്റ് f(2) ആണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ x കാണുന്നത് നമുക്ക് 2² + 2 അതും 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f(a) = f(b). അപ്പോൾ 3 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ആദ്യത്തെ കണ്ടിന്യൂറ്റി, രണ്ടാമത്തെ ഡിഫറൻഷ്യബിലിറ്റി, മൂന്നാമത്തത് ഹൈറ്റ് സെയിം ആണ്. ഫംഗ്ഷൻ്റെ ഹൈറ്റ്, എൻ പോയിന്റ്സിലെ ഹൈറ്റ് സെയിം ആണ്. f(a) = f(b). ഇപ്പോൾ 3 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ പറയാം? റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു f(x). ഇനി ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്കതിൻ്റെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ വെരിഫൈ ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് f' c 0 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ f'(x) എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ f' c എന്ന് പറഞ്ഞാൽ 2c = 0. അപ്പോൾ c = 0/2, ദാറ്റ് ഈസ് 0/n നമ്പർ ഈസ് 0. അപ്പോൾ ആ 0 എന്ന് പറയുന്ന പോയിന്റ് ഈ -2നും 2നും ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ -2 എടുക്കാമെങ്കിൽ അതിനിടയിലുള്ള ഒരു പോയിന്റാണ് 0. അപ്പോൾ ആ c എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എന്താണ് ഫംഗ്ഷൻ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ഗ്രാഫിന് അല്ലെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് വരാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് സി ഈ ഇൻ്റർവെല്ലിൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ റോൾസ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് റോൾസ് തിയറം അവിടെ വെച്ച് തന്നെ
ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റും. പക്ഷേ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് റോൾസ് തിയറിയോട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മളെ അത് വെരിഫൈ ചെയ്തെടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മെത്തേഡ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റിനൂടെ നോക്കാം. 4ാമത്തെ ചോദ്യം നോക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ റോൾസ് തിയറത്തിൻ്റെ വെരിഫിക്കേഷനായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ റോൾസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങളത് വളരെ കാര്യമായിട്ട് പഠിക്കും. 4ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഫംഗ്ഷൻ എസ് ക്യൂബ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 1 ആണ്. ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരോ കണ്ടീഷൻ നോക്കാം. ഇവിടെ നമ്മുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താണ്? 1-3 ആണ്. 1 തൊട്ട് 3 വരെയുള്ള ആ ഒരു ക്ലോസ്ഡ് ഇൻ്റർവലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. കണ്ടിന്യൂറ്റി നോക്കാം. എസ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 1 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്? കണ്ടിന്യൂസ് ആണ്. എവിടെയായിരിക്കും? ക്ലോസ് ഇൻ്റർവൽ 1-3 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവൽ ഇത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 11 സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ എക്സിസ്റ്റ് ഇൻ 1-3 എന്ന് പറയാൻ സാധിക്കും. അത്രയും അത് പറഞ്ഞു വെച്ചാൽ മതി. ആ ഒരു ഇൻ്റർവെൽ ഏത് ഇൻ്റർവെല്ലിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഇൻ്റർവെൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡിഫറൻഷ്യബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും. 3ാമത്തെ കണ്ടീഷൻ ഹൈറ്റ് കണ്ടീഷനാണ്. അത് നമുക്ക് എഫ് ഓഫ് 1 എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 1 ക്യൂബ് മൈനസ് 6 × 1 സ്ക്വയർ പ്ലസ് 11 × 1 പ്ലസ് 1 എന്ന് പറയും. അത് എത്രയാണ് വരുന്നത് നോക്കി? അതായത് നമുക്ക് 1 - 6 + 11 + 1 എന്ന് വരും. അപ്പം 7 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ളത്. അടുത്ത എൻ പോയിൻ്റ് ഹൈറ്റ് കണ്ടീഷൻ നോക്കാം. അടുത്തത് എഫ് ഓഫ് 3 നോക്കാം. 3 ക്യൂബ് മൈനസ് 6 × 3 സ്ക്വയർ പ്ലസ് 11 × 3 + 1 ആണ്. ഇത് 27 മൈനസ് 54 പ്ലസ് 33 + 1 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 27ഉം 34ഉം സം ചെയ്യുമ്പോൾ 61 വരും. 61 മൈനസ് 54 എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇവിടെ എൻ പോയിൻറ്റ്സ് ഹൈറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്താ നമുക്ക് പറയാൻ സാധിക്കും? therefore റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ആണ്. ആപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ് എന്ന ഈ ഫംഗ്ഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് ഇനി അത് വെരിഫൈ കൂടെ ചെയ്യാം. അങ്ങനെ ഒരു പോയിന്റ് സി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഇതാണ് 3c² മൈനസ് 12c പ്ലസ് 11 = 0. അപ്പോൾ നമ്മൾ സിയുടെ വാല്യൂ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയാൽ -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2 എന്നൊക്കെ നമ്മൾ പറയും. അതനുസരിച്ച് ഇവിടെ -b എന്ന് പറയുമ്പോൾ -12 ആണ്. പ്ലസ് ഓർ മൈനസ് √b² -12 × സ്ക്വയർ 144 ആണ്. -4 × 3 12 × 11 132 /2 a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 12 പ്ലസ് ഓർ മൈനസ് നമുക്ക് 12 എന്ന് കിട്ടും. √12 ആണ് /6 എന്ന് കിട്ടും. അപ്പോൾ 12നെ നമുക്ക് 4 × 3 എന്ന് എഴുതാവുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് 12 പ്ലസ് ഓർ മൈനസ് 2√3 എന്ന് എഴുതാം /6 എന്ന്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 പ്ലസ് √3 നമ്മൾ 2 കൊണ്ടാകുമ്പോൾ ഇവിടെ 3 എന്ന് വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് √3/3 ഓർ സി = 6 മൈനസ് √3/3 എന്ന്. നമുക്കറിയാം √3യുടെ വാല്യൂ ഏകദേശം നമ്മൾ 1.732 ആണ്. 1.7 കൊടുത്താൽ 7.7/3 ഓർ സി =
നമുക്ക് 4.3/3 എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1-3 ആണ്. 1 തൊട്ട് 3 വരെയുള്ള ഇൻ്റർവെലാണ്. അപ്പോൾ ഇത് ഏകദേശം 2 പോയിന്റ് സംതിങ് വരും. അത് ഈ സി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇത് 1 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ രണ്ടും ഇതിനകത്ത് തന്നെ വരും. അപ്പോൾ എന്താണ്, ഇത് രണ്ടും ഇതിനകത്ത് തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും സി ബിലോങ്സ് ടു ഏതാണ്, പോസ്റ്റ് ഇൻ്റർവെൽ 1-3 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റിനെ. ഈ 2 പോയിന്റും ഓപ്പൺ ഇൻ്റർവെൽ ഇട്ടാൽ മതി. ഓപ്പൺ ഇൻ്റർവെൽ 1-3 ഇത് 1 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ അതിവിടെ വരും. ഇത് എന്ന് പറയുമ്പോൾ 2 പോയിന്റ് സംതിങ് വരും. അത് ഈ ഭാഗത്ത് വരും. അപ്പോൾ രണ്ടും എന്താണ്, ഈ 1-3 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഹെൻസ് റോഡ്സ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് എന്താണ് റോഡ്സ് തിയറം വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ റോഡ്സ് തിയറം വെരിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ പറഞ്ഞിരിക്കുന്നത് sin x plus cos x ആണ്. ഇൻ 0 to π/2 ആണ്. ഇപ്പോൾ ഇൻ്റർവെൽ ഇവിടെ ക്ലോസ് ഇൻ്റർവെൽ 0 to π/2 ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. f(x) എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, sin x plus cos x ആണ്. നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് π/2 വരെയുള്ള ഒരു ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമുക്കറിയാം sin x-ഉം cos x-ഉം കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin function is continuous, cos function is continuous, all trigonometric functions are continuous in their respective domain എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സമ്മ് എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് തന്നെ പറയാൻ സാധിക്കും കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതായത് ഇൻ്റർവെല്ലാണ് 0 to π/2 എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവെൽ, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. 2ാമത്തെ കണ്ടീഷൻ നോക്കാം. f'(x) നോക്കാം. sin x ൻ്റെ ഡെറിവേറ്റീവ് cos x, ഇത് മൈനസ് sin x ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എക്സിസ്റ്റ് ഇൻ 0 to π/2. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ റെസ്പെക്റ്റീവ് ഡൊമൈൻ. 3ാമത്തെ കണ്ടീഷൻ ഹൈറ്റ് കണ്ടീഷൻ നോക്കാം. നമ്മുടെ എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0 π/2 ആണ്. അപ്പോൾ f(0) എന്ന് നോക്കാം. f(x) എന്ന് പറയുമ്പോൾ sin 0 പ്ലസ് cos 0 ആണ്. sin 0 0 ആണ്, cos 0 1 ആയതുകൊണ്ട് ഇത് 1 എന്ന് കിട്ടും. അടുത്ത എൻ പോയിന്റ് എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് sin π/2 പ്ലസ് cos π/2. sin 90 1 cos 90 0 ആണ്, ഇതും കിട്ടി. അപ്പോൾ ഈ എൻ പോയിന്റ്സ് ഹൈറ്റ് കണ്ടീഷൻ കറക്റ്റായി. f(0) f(π/2). അപ്പോൾ ഈ 3 കണ്ടീഷൻ ഈ കേസിൽ നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും, റോഡ്സ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു f(x). അപ്പോൾ ഈ ഫംഗ്ഷന് റോഡ്സ് തിയറം ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് അതിൻ്റെ വെരിഫിക്കേഷനോടെ നോക്കാം. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് f'(c) = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, f'(x) എന്ന് പറഞ്ഞാൽ എന്താണ്, cos c മൈനസ് sin c = 0 എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, cos c = sin c എന്ന് പറയും. അപ്പോൾ സൈനും കോസും ഈക്വലാവുന്ന ഒത്തിരി പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പം ഇവിടെ സി എന്ന് പറയുന്നത് നമുക്കറിയാം cos 45 sin 45 നമുക്ക് ഈ വാല്യൂ ഈക്വലാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഈ π/4 എന്ന് പറയുന്നത് 0-ക്കും π/2-നും ഇടയിലാണല്ലോ. 0-ക്കും π/2-നും ഇടയിലാണ് π/4. അങ്ങനെ ഒരു π/4 നമുക്ക് ഇഷ്ടംപോലെ വാല്യൂസ് സി എന്ന് പറയില്ല, ഇത് രണ്ടും ഈക്വലായിട്ട് വരും. പക്ഷെ നമുക്ക് π/4 അവിടെ ആവശ്യമുള്ള ഈ ഇൻ്റർവെല്ലിൽ π/4 0-ക്കും π/2-നും ഇടയിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് നമുക്ക് എന്നാ പറയാം, റോഡ്സ് തിയറം ഈസ് വെരിഫൈഡ് നമുക്കിവിടെ പറയാൻ സാധിക്കും. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വെരിഫൈ റോഡ്സ് തിയറം ഫോർ ദ ഫംഗ്ഷൻ. ആറാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, sin 2x ആണ്. വേറെ x belong to 0 to π ആണ്.
ഇവിടെ എൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത് 0യും പൈയുമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവൽ എടുക്കാമെങ്കിൽ ഇവിടെ 0 ഇവിടെ പൈ ആണെങ്കിൽ ഈ ഇൻ്റർവലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരോ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sin 2x ആണ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എവിടെയാണ് 0 to പൈ, 0യ്ക്കും പൈക്കും ഇടയ്ക്ക് ഇത് ഫംഗ്ഷൻ. സൈൻ ഫംഗ്ഷൻ എപ്പോഴും എന്താണ് കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഡാഷ് എക്സ് നോക്കാം. നമുക്കറിയാം 2 cos 2x ആണെന്നറിയാം. cos 2x സൈൻ അതിൻ്റെ ഡെറിവേറ്റീവ് cos 2x ആണ്. പിന്നെ 2xൻ്റെ 2 ആണ്. അപ്പോൾ ഇതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഓപ്പൺ ഇൻ്റർവൽ 0 to പൈ അങ്ങനെ പറഞ്ഞാൽ മതി. 0 to പൈയിൽ ഇതിലും ഇതൊരു പിന്നെ കോസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ നമുക്ക് ഹൈറ്റ് കണ്ടീഷൻ നോക്കാം. ഇവിടെ എൻ പോയിന്റ്സ് 0യും പൈയുമാണ്. അപ്പോൾ F0 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 × 0 സൈൻ 0 0. അടുത്തത് F5 നോക്കാം. അത് സൈൻ എന്താണ് 2 × പൈ എന്ന് പറഞ്ഞാൽ സൈൻ 2π ആണ്. അത് 0. സൈൻ്റെ n/π 2π 3π ഇതിലെല്ലാം സൈൻ ഫംഗ്ഷൻ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കണ്ടീഷനും കറക്റ്റായി. ദാറ്റ് ഈസ് f of 0 is equal to f of π. n പോയിന്റ്സിൽ അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടീഷൻ ഈക്വലായി. അതുകൊണ്ട് എന്താണ് റോൾസ് തിയറം ക്യാൻ ബി അപ്ലൈഡ് ഈസ് ആപ്ലിക്കബിൾ ടു f of x. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ ഫംഗ്ഷൻ നമുക്ക് റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് അതിൻ്റെ വെരിഫിക്കേഷനോടെ നോക്കാം. എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമ്മുടെ എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 cos 2c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ cos 2c ഈക്വൽ ടു 0 ആണ്. അപ്പം നമുക്കറിയാം കോസിൻ്റെ ഏത് വാല്യൂ ആണ്? cos 90 ആണ് 0. അപ്പോൾ cos 5/2 നമുക്ക് പറയാൻ സാധിക്കും. 2c ആണ്. cos 90 0 ആയി നമുക്കിവിടെ പല പോയിന്റിലും 0 വരും. നമുക്ക് ആവശ്യമുള്ള 2c 90 എടുക്കാം. അപ്പോൾ c എന്ന് പറയുന്നത് എത്ര വരും? π/4 എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ π/4 ആകുമ്പോൾ നമ്മളൊരു ടാൻജൻറ്റ് വെച്ച എക്സ് ആക്സിന് പാരലായിരിക്കും. ഈ π/4 എന്ന് പറയുന്നത് 0യ്ക്കും പൈക്കും ഇടയ്ക്ക് തന്നെയുള്ള ഒരു പോയിന്റാണ്. 0യ്ക്കും പൈക്കും ഇടയിലുള്ള ഒരു പോയിന്റ് തന്നെയാണ് നമുക്കിവിടെ സി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ സാധിക്കുന്നത്? റോൾസ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഇതുപോലെ റോൾസ് തിയറം വെരിഫൈ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ റോൾസ് തിയറം മീൻസ് ആപ്ലിക്കബിൾ ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവസാനമായിട്ട് നമ്മളെ ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് വെരിഫൈ ചെയ്യണം. അങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഇൻ്റർവെലിനകത്തുള്ള ഒരു പോയിന്റിലാണോ ആ പോയിന്റ് വരുന്നതെന്ന് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അവസാനം നമ്മൾ റോൾസ് തിയറം മീൻസ് വെരിഫൈഡ് നമുക്ക് പറഞ്ഞത് നിർത്തുകയും ചെയ്യും.